ഇനി എന്താണ് നവകേരള സർവേ, എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് നോക്കാം. വിശദീകരിക്കും ധന്യാവിശ്വം. ദിവ്യ, ഈ സർവേ നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ നവകേരള സർവേ എന്ന പരിപാടി വികസന ക്ഷേമ പഠന പരിപാടിയാണ്. അതായത് ജനങ്ങളുടെ വികസനവും ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക, അതിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ആ സംഘത്തെ ഏതാണ്ട് 80 ലക്ഷം വീടുകളിലേക്ക് അയച്ച് എന്താണ് വികസനവുമായി ബന്ധപ്പെട്ട അവർക്കുള്ള അഭിപ്രായം, ഇല്ലെങ്കിൽ ക്ഷേമവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അഭിപ്രായം എന്നുള്ളത് എടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് പല രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഇന്നുണ്ടാവുകയും ചെയ്തു. കാരണം ഇതൊരു വോട്ട് തേടൽ പ്രക്രിയയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതുകൊണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വോട്ട് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കാരണം ഇവർ പ്രചാരണം നടത്താൻ കൂടിയാണ് ഇറങ്ങുന്നത് എന്നൊരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തീരുമാനത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇനി എങ്ങനെയാണ് ആ സർവേ എന്നുള്ളത് പരിശോധിക്കാം. അത് നവകേരള സർവേ എന്നുള്ള രീതിയിലാണ്. അതായത് സന്നദ്ധ സേന ജനങ്ങളുടെ അടുത്തെത്തും, ജനങ്ങളെ കേൾക്കും, അത് രേഖപ്പെടുത്തും. മറ്റൊന്നുമില്ല. ഇവർ ഓരോ വീടുകളിലേക്കും എത്തുന്നു. ആ വീടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന 80 ലക്ഷമോ അതിലേറെയുള്ള വീടുകളിലേക്ക് അവർ എത്തുന്നു. അവർക്ക് പറയാനുള്ള ഈ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള അവരുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തുന്നു ഈ സംഘം. അതിനുശേഷം ഒരു സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കും. അത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തൊക്കെ വിവരങ്ങളാണോ ലഭിച്ചിട്ടുള്ളത്, ഇവരെന്തൊക്കെ അഭിപ്രായങ്ങളാണോ തേടിയിട്ടുള്ളത്, ആ അഭിപ്രായങ്ങളുടെ ഭാഗമായി ഒരു പഠന രേഖ തയ്യാറാക്കും. സർക്കാരിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കും. അത് കംപ്ലീറ്റ്ലി നടക്കുന്നത് CPMന്റെ അണ്ടറിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കണം. അതിന് ചെലവ് വകയിരുത്തിയിരിക്കുന്നത് 20 കോടിയാണ്. ഈ 20 കോടി ഈ സന്നദ്ധ പ്രവർത്തകർക്ക് നൽകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വിവരമില്ല. കാരണം ഇവർക്കുള്ള ചെലവുണ്ട്. ഇവരെ ഇത് ഏൽപ്പിക്കുമ്പോൾ ഇവരെന്തൊക്കെ കാര്യങ്ങളെ ചെയ്യണം എന്നതിനൊപ്പം തന്നെ ഇവർക്ക് അതിൽ എത്രത്തോളം ചെലവുണ്ടാവുന്നുണ്ട്, ഇവർക്ക് ഒരു ദിവസം തന്നെ എത്ര ആളുകൾ ഇതിന് വേണ്ടി വരും, എത്ര ടീമുകളായിട്ടാണ് പോവുക, എത്ര പേര് ഇത് രജിസ്റ്റർ ചെയ്യും, അതിനൊക്കെ 20 കോടി മതിയാകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം അംഗങ്ങളെ കണ്ടെത്താൻ റിക്രൂട്ട്മെന്റ് പോർട്ടലുണ്ട്. പേര് രജിസ്റ്റർ ചെയ്ത് അംഗമാകാം. അതാണ് നേരത്തെ നമുക്കറിയാം. ഇപ്പോൾ CPM ഇതിനെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അവർ ന്യായീകരിക്കുന്ന രീതി, അതായത് CPM മെമ്പർക്ക് മാത്രമേ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഈ സേനയുടെ ഭാഗമാകാം എന്നുള്ളതാണ്. അതായത് ഈ വികസന ക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ ടീമിനൊപ്പം പോകാൻ സാധിക്കും. പക്ഷേ CPM ആയിരിക്കും ഇല്ലെങ്കിൽ ഇടത് അനുഭവമുള്ള ആളുകളായിരിക്കും ഇതിൽ കൂടുതൽ പങ്കെടുക്കാനുള്ള സാധ്യത. ബിക്കോസ് സർക്കാരിന്റെ ഭാഗമായിട്ട് നടത്തുന്ന, സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പദ്ധതി ആയതുകൊണ്ടും സർക്കാരിന്റെ വികസന പരിപാടികളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടിയിലുള്ള ആളുകൾ എത്രത്തോളം പങ്കെടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ പോർട്ടലിൽ ആർക്കും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ മറ്റു പാർട്ടിക്കാർ അത് ചെയ്യുമോ എന്നുള്ളതാണ്. ഒപ്പം സന്നദ്ധ സേന CPM സേനയാകും. ആളെ ചേർക്കാൻ CPM ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശമുണ്ട്. നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ പോകും എന്നുള്ളതിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തുകയാണ്. അനുഭവമുള്ള ആളുകൾ, പാർട്ടി മെമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, അനുഭാവികളായിട്ടുള്ള, ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് ഈ സേനയിൽ പങ്കെടുക്കാം. CPM അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കും പങ്കെടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരെത്തും എന്നുള്ളതാണ്. LDF അനുഭാവികളെ ചേർക്കണം. പട്ടിക CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണം. ഇത് എല്ലാം ക്രോഡീകരിച്ച് ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന കമ്മിറ്റിക്കാണ്. ഇത് ഡയറക്റ്റ് സർക്കാരിലേക്കല്ല, സർക്കാരിന് കൊടുക്കുക എന്നുള്ളതല്ല. ഈ ടീം പോയി വിലയിരുത്തുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് റിപ്പോർട്ടായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു വാർഡിൽ 4 പേരായിരിക്കും. ഈ രീതിയിലായിരിക്കും തിരിച്ചിരിക്കുന്നത്. കാരണം എത്ര പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ ധാരണയില്ല. മിക്കവാറും ആ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അടിസ്ഥാനത്തിലായിരിക്കും ആളുകളെ തീരുമാനിക്കുന്നത്. അങ്ങനെയായിരിക്കും ഈ നമ്പറിലേക്ക്, അതായത് 4 പേര് ഇന്ന വാർഡിൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അത് ക്രമീകരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. മേൽനോട്ടത്തിന് പഞ്ചായത്ത് ജീവനക്കാരനുണ്ടാകും. ഒപ്പം ടീമിനെ തീരുമാനിക്കുന്നത് പാർട്ടിയായിരിക്കും. അപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത് മറ്റു പാർട്ടിക്കാരാണെങ്കിലോ എന്നൊരു ചോദ്യം വരുന്നത്. നിയമസഭാ മണ്ഡലത്തിൽ മേൽനോട്ടത്തിന് 2 പേരുണ്ടാകും. അതായത് ഒരു നിയമസഭയിൽ മാത്രം 2 പേരായിരിക്കും മൊത്തം കാര്യങ്ങൾ ഏകീകരിക്കുന്നത്. ആ രീതിയിൽ, അതായത് മൊത്തത്തിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഈ 2 ആളുകളായിരിക്കും ഒരു നിയമസഭയിൽ. വിരമിച്ച ഉദ്യോഗസ്ഥരെ പാർട്ടി കണ്ടെത്തും എന്നുള്ളതാണ്.
ഇതുമായി ബന്ധപ്പെട്ട് സർവീസിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുമായി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെയൊക്കെ കണ്ടെത്തി ഈ ടീമിലേക്ക് എടുക്കും എന്നുള്ളതാണ്. ജില്ലാതല മേൽനോട്ടത്തിന് 3 പേരുണ്ടാവും. സർവേക്കായി സർക്കാർ ശില്പശാല നടത്തിയിരുന്നു. ശില്പശാലയെ നയിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഇതിൽ മറ്റൊന്നുമില്ല, അതായത് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് ഇപ്പോൾ പറയാം, അതായത് വോട്ട് ലക്ഷ്യമില്ല എന്നിപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി നമ്മൾ അതിൽ കാണേണ്ടതുണ്ട്. കാരണം എന്ത് ചെയ്തു വെച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കാര്യങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ ഡയറക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു വികാസത്തെ കൂടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അന്ന്, അതായത് ഇതിന്റെ ഒരു മുന്നൊരുക്കം പോലെ പ്രസംഗിച്ചത് 1.5 മണിക്കൂറായിരുന്നു. തുടർഭരണം ഉണ്ടാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് അന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുടർഭരണം എന്നുള്ളത് വരുമ്പോഴാണ് നമുക്ക് ഇത് ആരൊക്കെയാണ് ഇതിന് പോകുന്നത്, ഇല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആർക്കും ചെയ്യാമെന്ന് പറയുന്നതിലെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇത് CPM മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകർ മാത്രം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സർക്കാർ നേട്ടങ്ങൾ സാധ്യമായത് തുടർഭരണം മൂലം എന്നാണ് ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ ജനങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വികസന ക്ഷേമ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്താം. ഇപ്പം നമ്മൾ ഓരോ വീടുകളിൽ കയറുമ്പം ഈ വോളണ്ടിയേഴ്സിനെ അല്ലെങ്കിൽ ഈ ടീമിനെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭരണത്തിലുള്ള നേട്ടങ്ങൾ, വികസനത്തിന്റെ കാര്യങ്ങൾ, ഒപ്പം തന്നെ അവർക്ക് അവരുടെ അടുത്ത ഇപ്പം തുടർഭരണം എന്നുള്ള രീതിയിലാവുമ്പോൾ ഇനി എങ്ങനെയായിരിക്കണം സർക്കാർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ രീതിയിലായിരിക്കും ലിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവസരം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇലക്ഷന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ, അതും വീട് കയറി നടത്തുമ്പോൾ, അത് എത്രത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എങ്ങനെയായിരിക്കും LDF-ന് അത് ഗുണം ചെയ്യുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ.